ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യമഹയുടെ RX-ഉം അതുപോലെ തന്നെ RX-Z ഒന്നും നമുക്ക് എടുക്കല് എല്ലാരെ കൊണ്ടും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 2 സ്ട്രോക്ക് ആണ് നമ്മുടെ സുസുക്കിയുടെ സാമുറായി ആണ്. വെറും 28,000 രൂപയായിട്ട് നമ്മൾ ഇന്ന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ കലൂരുള്ള SF മൊബൈൽസിലേക്ക് വന്നാൽ മതി. 2028 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് എന്റെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉള്ള കാണിക്കുന്നത്. ഞാൻ എന്റെ വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ ഷോപ്പിൽ വന്നപ്പോ ഇന്നലെ നമ്മളൊരു സാമുറായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് തൃശ്ശൂരിൽ നിന്ന് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ വണ്ടിക്ക് ഹാൻഡ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. അപ്പൊ നമുക്ക് ഇനി കസ്റ്റമർ അടുത്ത് അവരുടെ എക്സ്പീരിയൻസ് നോക്കിക്കാട്ടാ. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ കസ്റ്റമർ. ഇവര് തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. ആക്ച്വലി ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരോടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞത്. അപ്പൊ രാവിലെ തന്നെ ഇങ്ങ് പോന്നല്ലേ. തൃശ്ശൂരിൽ നിന്ന് വന്നാണ്. വിവേക് എന്നാണ് പേര്. വണ്ടി വീഡിയോ കണ്ടിട്ടല്ലേ വന്നത്? ഇഷ്ടമായി. ഓക്കെ. എനിക്ക് തോന്നുന്നു എന്റെ അടുത്ത് പറഞ്ഞത് കുറെ നാളായിട്ട് ആള് സേവ് ചെയ്ത ഫണ്ട് കൊണ്ടിട്ടാണ് കേട്ടോ ഈ 2 സ്ട്രോക്ക് ബൈക്ക് എടുക്കുന്നത്. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഇവിടെ കണ്ടപ്പോ തന്നെ എടുക്കണമെന്നുള്ള ഇതായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ നല്ലൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വണ്ടി എടുക്കാനായിട്ട്. കാരണം ഓൾമോസ്റ്റ് 2-3 കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എടുക്കാനായിട്ട്. പക്ഷെ ഫൈനലി ഇവർക്കാണ് കിട്ടിയത് വണ്ടി. എന്തായാലും ഹാപ്പി മോട്ടറിങ്. താങ്ക് യു. അപ്പൊ ഗൈസ്, അവര് വണ്ടി വന്നു. നമ്മൾ കീ ഹാൻഡ് ഓവർ ചെയ്ത് അവര് വണ്ടി എടുത്തിട്ട് പോവാണ് കേട്ടോ നേരെ തൃശ്ശൂരിലേക്ക്. ഇന്നലെ ആക്ച്വലി രാത്രി മുതൽ ആള് വണ്ടി എനിക്ക് തരുമോ എന്ന് ഇങ്ങനെ കുറെ പ്രാവശ്യം ചോദിച്ചായിരുന്നു. അപ്പൊ അഡ്വാൻസ് ഇരട്ടെ എന്ന് ഒരു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, അഡ്വാൻസ് ഇരണ്ട, വണ്ടി വന്ന് കണ്ടതിന് ശേഷം മാത്രം അഡ്വാൻസ് ഇട്ടാൽ മതി. കാരണം നമ്മൾ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ മുൻകൂട്ടി നമ്മൾ അഡ്വാൻസ് അങ്ങനെ മേടിക്കാറില്ല ഇപ്പൊ. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി വന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഓടിച്ച് നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോ രാവിലെ തന്നെ അവര് വന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. കാരണം ഓൾമോസ്റ്റ് 2-3 കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ. കാരണം വണ്ടി എന്ന് പറഞ്ഞാൽ ഇട്ടപ്പോ തന്നെ എനിക്കൊന്നും ഒരു 1,15,000 പേര് കണ്ടതേ. അവരൊക്കെ വന്ന് നിൽക്കുവാണ് ആ വണ്ടിക്ക്. ഇപ്പൊ അവരിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അറിഞ്ഞത് വണ്ടി സോൾഡ് ആയി എന്നുള്ള കാര്യം. എന്തായാലും നല്ലൊരു കസ്റ്റമർ തന്നെയാണ് കിട്ടിയത്. കാരണം ആൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ വന്നത് വണ്ടി എടുക്കാനായിട്ട്. എൻ്റെ അടുത്ത് ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങൾ രാവിലെ വാ, നോക്കിയിട്ടൊക്കെ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തരൂലേ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ 2 രൂപ കൂടുതൽ എന്നിട്ടാണ് ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു 2 സ്ട്രോക്ക് എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്കൊക്കെ ഇത്രയും ഡിമാൻഡ് ഒന്നുണ്ട്. കാരണം നമ്മൾ വേറൊന്നുമല്ല, ഇപ്പൊ RX-ഉം RX-Z ഒക്കെ എടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അറിയാലോ, മാർക്കറ്റൊക്കെ വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ വരെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുത്തെടുക്കാനായിട്ട് ആളുകളുണ്ട്. പക്ഷെ അതുപോലും ചിലപ്പോൾ എടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ഇട്ടതാണ് ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഒരു സാമുറായി. എന്തായാലും എടുത്തോണ്ടോ. ഞാൻ സത്യത്തിലൊരു കാര്യം പറയല, ഇന്ന് വന്നിട്ട് അതിന്റെ ഫുൾ വീഡിയോ ഒക്കെ എടുക്കാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നേച്ചാണ്. ഇന്നലെ തന്നെ അത് അവര് പറഞ്ഞു വെച്ചിന്ന് രാവിലെ വന്ന് വണ്ടി എടുത്തോണ്ട് പോയിട്ടാണ്. അപ്പൊ ഗൈസ്, എങ്ങനെയാണ് എൻ്റെ ഒരു ഡേ പോണേന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കാരണം ഇതൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഒന്നുമല്ല കേട്ടോ. ആസ് യൂഷ്വൽ ഒരു വണ്ടി കച്ചവടക്കാരി എന്ന് പറഞ്ഞ നിലയ്ക്ക് എങ്ങനെയാണ് ഇപ്പോ എല്ലാവർക്കും അറിയായിരിക്കും. എനിക്ക് തോന്നുന്നില്ല പെൺകുട്ടികളാരും ഇത്രത്തോളം ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുമെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെയാണ്. കാരണം പലരും ചിലപ്പോൾ ഒരാളുടെ കീഴിലായിരിക്കും. ഞാൻ അങ്ങനെയല്ല, എനിക്കിങ്ങനെ പറന്ന് നടന്ന് എനിക്ക് വർക്ക് ചെയ്യണം, അതാണ് എനിക്കിഷ്ടം. അപ്പൊ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുവാണ്. അപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ഒരു ആശാന്റെ ഷോപ്പാണിത്. ഇപ്പൊ ഞാൻ കറന്റ് ഇപ്പൊ ഇവിടെയാണ് നിൽക്കുന്നത്. എന്തായാലും ഇപ്പൊ ഞാൻ പെട്ടെന്നൊരു ഷോറൂമിലേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇങ്ങനെ ആരും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല, എല്ലാവരും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നില്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിൽക്കുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഹാൻഡിൽ ചെയ്യുക അങ്ങനെയുള്ളൂ. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടണം, ഫേസ്ബുക്കിൽ വീഡിയോ ഇടണം, യൂട്യൂബിൽ വീഡിയോ ഇടണം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് വിളിക്കുന്ന കസ്റ്റമർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം, പിന്നെ അവരോട് സംസാരിക്കണം, ഡീറ്റെയിൽസ് കൊടുക്കണം. ഇതെല്ലാം ഞാൻ ഒരാളിരുന്ന് ചെയ്യാണ് മൊത്തം. അപ്പൊ അത് കൂടാതെ എഗ്രിമെന്റ് കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കിത് ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയിരുന്നു, എങ്ങനെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ അത് കൂടാതെ
പറയാൻ വാക്ക് കിട്ടുള്ള. കാരണം ഒരു ദിവസം പോണത് ഇങ്ങനെ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത് കൂടാതെ നമ്മൾക്ക് ഡെയിലി ഒരുപാട് വണ്ടികൾ വരാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ വാല്യുവേഷൻ ചെയ്തെടുക്കണം. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. ഇത് നിങ്ങൾ കാണുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല കേട്ടോ. ഞാൻ ഒന്നും കൂടെ ഞാൻ പറയാം, വേറൊന്നും കൊണ്ടിട്ടില്ല. ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യണം, വണ്ടികൾ നോക്കിയെടുക്കണം, അതൊക്കെ കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ കണ്ട കസ്റ്റമർ വിളിക്കുന്നു. ഹലോ, ആ പറഞ്ഞേട്ടാ. അതെ അതെ. അയ്യോ, സാമുറായി പോയേട്ടാ, ഇപ്പൊ പോയതേ ഉള്ളൂ. ഹലോ ഹലോ, അടുത്ത ആള്. ഹലോ, ആ പറഞ്ഞേട്ടാ. അയ്യോ, സാമുറായി പോയേട്ടത് ഇപ്പൊ പോയുള്ളൂ. വണ്ടി സെയിലായി. ആ, അത് തൃശ്ശൂരിൽ നിന്നൊരു ടീം വന്നിട്ട് എടുത്തോണ്ട് പോയി. ആ, ഇപ്പൊ തന്നെ വീഡിയോ ഇടുവോ എന്റെ? ഓക്കെ ഓക്കെ, ശരി. നിങ്ങക്ക് മനസ്സിലായില്ല? ഇപ്പൊ തന്നെ ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രണ്ടാമത്തെ ആളാണ് എന്നെ വിളിക്കുന്നത്. ഇത് കൂടാതെ എന്റെ ഫോൺ അവിടെ വേറെ ഇരിക്കുന്നത്. അതിലൊക്കെ ഇപ്പൊ കോൾസ് വരാൻ തുടങ്ങും. കാരണം അതിന് മാത്രം ആൾക്കാർ. ഞാൻ ആലോചിച്ചിട്ടോ, സാധാരണ ഞാൻ RX ഒക്കെ ഇടുമ്പോൾ ഇത്രയും കോൾസ് ഉണ്ട്. ഇത് നേരെ തിരിച്ചാണല്ലോ. ഇപ്പൊ സാമുറായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് ഇത്രയും ആൾക്കാര് വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പണ്ടൊരു പോളോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പോളോ ഞാൻ സെയിലിട്ട സമയത്ത് വന്ന അതേ കോൾസ് ആണ് ഇപ്പൊ എനിക്ക് തന്നെ. ഹലോ, ആ പറഞ്ഞു ചേട്ടാ. വണ്ടി സോൾഡ് ഔട്ട് ആയേട്ടാ. ആ, അത് ഇപ്പൊ പോയതേ ഉള്ളൂ. തൃശ്ശൂരിൽ നിന്ന് ഒരു ടീം വന്നിട്ടാണ് എടുത്തത്. അത് 28. ആ വീഡിയോയില് പറഞ്ഞ പ്രൈസ് തന്നെ ആണ്. ഇത് ഇവര് ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നത്. ആ, വരും എന്തായാലും. പേജിൽ അപ്ഡേഷൻ ഉണ്ടാവും. 2 സ്ട്രോക്ക് ഒക്കെ നമ്മൾ എന്തായാലും ഇനി വരുന്നുണ്ട് വണ്ടികള്. ആ, അപ്പൊ ചേട്ടനൊന്ന് ഫോളോ ചെയ്തിട്ടാ മതി. അപ്പൊ പുതിയ വണ്ടികൾ അപ്ഡേറ്റഡ് ആവുമ്പോ അത് കാണാൻ പറ്റും. RX ഉണ്ട്, ഒരു ബ്ലൂ കളർ വണ്ടി. 1984 മോഡൽ ഓർമ്മ ഇരിപ്പുണ്ട്. അത് 1.30 1.5 ഇട്ടേക്കണ. ലാസ്റ്റ് ഒരു 1.30 തരാം. ഓക്കെ ഓക്കെ. റേറ്റ് പറഞ്ഞ പുള്ളിക്ക് പോയി ആകെ. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു പുതിയ വണ്ടികളെക്കാളും ഡിമാൻഡാണ് ഇപ്പൊ 2 സ്ട്രോക്ക് വണ്ടികൾക്ക്. അതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞായിരുന്നു അത് ഓൾറെഡി. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാവരും സത്യം പറഞ്ഞ ഓട്ടത്തിലാണ് കേട്ടാ. പാവ അവരും വന്ന് വെയിറ്റ് ചെയ്ത് നിക്കുവാണ്. ഓക്കെ, ഇല്ല, നീ ഇന്നെ എടുത്തിട്ടൊന്നുമില്ല. അപ്പൊ രാവിലെ തന്നെ ഇന്ന് കട തുറന്നത് നമ്മുടെ ബേസിൽ കുട്ടനാണ്. എവിടെ പോലടാ? എടാ, പയ്യൻ കുറച്ച് തിരക്കുള്ള പയ്യനാണ്. കാരണം കണ്ട ഡിമാൻഡ് ഒക്കെ ഇട്ട് നിക്കത്തുള്ളൂ. അപ്പൊ ഇവനാണ് ഇന്ന് രാവിലെ വന്നപ്പോ എന്റെ കസ്റ്റമറെ അറ്റൻഡ് ചെയ്തത്. ബിക്കോസ് ഒരു 9 മണിയൊക്കെ ആയപ്പോ തന്നെ 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ കസ്റ്റമർ തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. അത് കൂടാതെ 2 പേര് വേറെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവനാകെ തലക്ക് ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു സത്യത്തില്. ഓക്കെ, അത് ഞാൻ പറയാം. പാലക്കാടിൽ നിന്ന് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായി, തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ടായി, പിന്നെ വേറെ എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ അവനാണ് രാവിലെ വന്നപ്പോ കസ്റ്റമർ അറ്റൻഡ് ചെയ്ത്. അപ്പൊ കുറെ പേര് വന്നപ്പോഴേ പയ്യന് ഇത് തലക്ക് ലെവല് വിട്ടുപോയി. എന്റെ അടുത്ത് ചേച്ചി എനിക്ക് ആകെ ഇതാവുന്നുണ്ട് അങ്ങനെ. കാരണം ഒരാൾ നിന്നിട്ടാണ് ഇത്രയും കസ്റ്റമർ അറ്റൻഡ് ചെയ്യുന്ന. കാരണം ഒരാള് പറയുന്നു 2 രൂപ കൂടുതൽ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി എടുത്തോളാം എന്നാണ് ഒരാൾ പറയാം. ഒരു സെക്കൻഡ്. ഹലോ, ആ പറഞ്ഞേട്ടാ. ചേട്ടാ, അത് സോൾഡ് ഔട്ട് ആയിട്ടത് ഇപ്പൊ പോയുള്ളൂ വണ്ടി. ആ, എന്താണ്? ഇല്ലേട്ടാ സാമുറായി ആകെ ഒരെണ്ണം വന്നിട്ടുണ്ടായുള്ളൂ, അത് പോയി. ഇന്നലെ വീഡിയോ ഇട്ട് ഇന്ന് രാവിലെ കസ്റ്റമർ തൃശ്ശൂരിൽ നിന്ന് വണ്ടി വന്ന് എടുത്തോണ്ട് പോയി. ഇതിവിടെ കലൂര്, എറണാകുളം കലൂര്. ആ, ഓക്കെ. ഉണ്ടെങ്കിൽ പറയാം. 2 സ്ട്രോക്ക് വണ്ടിയാണോ നോക്കുന്നേ? RX 100 ഇരിപ്പുണ്ട്, വേണോ? അത് മോഹവലിയാണ്. റേറ്റ് 1.30. 1.30.
എന്നാ ഇതില് RX ഉണ്ട്, ഒരു 100 ഉണ്ട്. 100. ഓക്കെ ഓക്കെ. അപ്പൊ കൊടുക്കണേ കൊടുക്കുക. അപ്പൊ ഇത് എത്ര കിട്ടും? അത് നമ്മൾ നോക്കണം ബ്രോ, വണ്ടി നോക്കിയിട്ടേ എടുക്കുള്ളൂ അത്. ഞങ്ങളിവിടെ നിലമ്പൂര്. എന്താന്നറിയോ, 2 സ്ട്രോക്ക് അല്ലേ, അപ്പൊ നമ്മള് വണ്ടിയുടെ കണ്ടീഷൻ ഒക്കെ നോക്കിയിട്ട് എന്തായാലും വില പറയുള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനിപ്പോ മാർക്കറ്റ് അല്ലല്ലോ, എല്ലാരും കൂടുതൽ മോഹർ വിലയാണല്ലോ ചോദിക്കുന്നേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വണ്ടി വരുമ്പോ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പേജ് ഒന്ന് നോക്കിയാൽ മതി, വരുന്ന വണ്ടികൾ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ ഏട്ടാ, ശരി ശരി. അപ്പൊ ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് എന്റെ അവസ്ഥകൾ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, ഇനി അടുത്തത് എന്റെ ഫോൺ നോക്കട്ടെ. എന്റെ ഫോണിൽ ഇപ്പൊ വേറെ ഒത്തിരി കോൾസ് വന്നിട്ടുണ്ടോ, ഞാൻ നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, കണ്ട കോൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹലോ ഹലോ, പറഞ്ഞോ. ഏത് വണ്ടിയായിരുന്നു ഏട്ടാ? അത് സോൾഡ് ഔട്ട് ആയില്ലേട്ടാ. എന്താണ് ലാസ്റ്റ്? അത് 28,000 വീഡിയോയിൽ പറഞ്ഞ റേറ്റ് തന്നെ. ഇല്ല ഏട്ടാ, വേറെ ഇല്ല. എന്താ ഇത്, കർത്താവേ, ഇത്രയും കോൾസാ. ചോദ്യം ഞാൻ എടുക്കാതിരുന്നപ്പോ വന്നേക്കണ മിസ് കോൾ. ഓക്കെ, ഇതെല്ലാവരും സാമുറായി തന്നെ ചോദിച്ചിട്ട് വിളിക്കുന്നതാണിത്. എഗെയിൻ ഹലോ, പറഞ്ഞേട്ടാ. അത് സോൾഡ് ഔട്ട് ആയേട്ടാ. ഓക്കെ, ഇല്ല ഇല്ല ഏട്ടാ, ഒരെണ്ണുള്ളൂ. ശരി. ഇനി എന്താ, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ ടാസ്ക് ആവാത് കാറ്. ഹലോ, ഇത് എറണാകുളം കലൂര്. ഡ്രസ്സോ? അല്ല, ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടികളല്ലേ, യൂസ്ഡ് ബൈക്കിന്റെ ഷോറൂമാ. ഏത് വണ്ടിയായിരുന്നു? സ്കൂട്ടറാണോ ബൈക്കാണോ? അത് നേരത്തെ ഇട്ടേച്ചാണോ? അതൊക്കെ പോയേട്ടാ, ഇട്ടിരുന്നൊക്കെ പോയത്. ഓക്കെ, ഡ്രസ്സിന്റെ കട, ദൈവമേ. എന്തേലും ആവട്ടെ, ദൈവം ഇങ്ങനെയുണ്ടോ ആളുകള്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞു പെട്ടെന്ന് വണ്ടിയുടെ കാര്യത്തിലേക്ക് ആയാണ്. പറയാൻ പാടാന്നോ, 2 ഷഡ്ഡി ഓക്കെ, എനിക്ക് ചിരി വരുന്നത് ഗൈസ്. അപ്പൊ എന്തായാലും ഞാൻ ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് എന്തായാലും ഇന്നത്തെ സ്റ്റോക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് പേര് പോയ വണ്ടികളുടെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. ഇപ്പോൾ എന്റെ കസ്റ്റമർ ആണ്, എന്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡെലിവറി കൊടുത്തതിന് ശേഷം ഞാൻ അവരുടെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ള വീഡിയോ ഞാൻ എന്റെ ഒഫീഷ്യൽ പേജിലും അതുപോലെ തന്നെ ഡീൽ വിത്ത് കൊച്ചിക്കാരി എന്ന് പറഞ്ഞിട്ടുള്ള പേജിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇനി അതർവൈസ് ഇപ്പോൾ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വരുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ SF മൊബൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്ത് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാകും. ഇപ്പൊ പോയ വണ്ടികളാണെന്നുണ്ടെങ്കിൽ എന്റെ താഴെ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ് അപ്ഡേറ്റഡ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഇവിടെ ഇപ്പൊ കറന്റ്ലി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതിയ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ആ കാണുന്ന ജുപ്പിറ്റർ, അതുപോലെ തന്നെ മാസ്ട്രോ, പ്ലഷർ, ഇതെല്ലാം നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ്. ഇതിൽ ഒട്ടുമിക്കത് ഞാൻ ജുപ്പിറ്ററിന്റെയും പ്ലഷർ, മാസ്ട്രോ ഇതൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോ നമുക്ക് വന്നതാണ് ഈ ഒരു പഴയ മോഡൽ ബുള്ളറ്റ്, നമ്മൾ എടുത്തിട്ടില്ല, ജസ്റ്റ് സംസാരിച്ചിട്ടേ ഉള്ളൂ.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രീമിയം ബൈക്സും അതുപോലെ തന്നെ മിഡ് പ്രീമിയം ബൈക്സും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ 2019 മോഡൽ ഡ്യൂക്ക് 390 ആണ് കേട്ടോ. BS4 വണ്ടിയാണ്. പിന്നെ എക്സ്പൾസ് ഇരിക്കുന്നുണ്ട്. എക്സ്പൾസ് ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ GT ഉണ്ട്. GT ഒക്കെ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ SF മൊബൈൽസിന്റെ പേജിൽ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ബുള്ളറ്റ് വേണമെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ഉണ്ട്, ക്ലാസിക് ഉണ്ട്, അതുപോലെ തന്നെ ഗൺമെറ്റിലുണ്ട്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ബുള്ളറ്റിന്റെയും ഉണ്ട്. ബുള്ളറ്റ് ഒക്കെ നമുക്കൊരു 20,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. 88,000 രൂപ മുതലുള്ള ബുള്ളറ്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ പ്രീമിയം അല്ലെങ്കിൽ മൈലേജ് ബൈക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ മൊത്തം BMW, അതുപോലെ തന്നെ ഹാർലി ഡേവിഡ്സൺ, ട്രയംഫ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, ഹലോ പറഞ്ഞു കേട്ടോ. സാമുറായി ആണോ? അത് സോൾഡ് ഔട്ട് ആയിട്ടാ. ഇപ്പൊ പോയുള്ളൂ. തൃശ്ശൂരിൽ നിന്ന് ഒരു കസ്റ്റമർ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇന്ന് രാവിലെ ഒന്ന് വണ്ടി എടുത്തോണ്ട് പോയി. വേറെ 2 സ്ട്രോക്ക് പിന്നെ വരാനുണ്ട്. പിന്നെ നിലവിലൊരു RX ആണ് ഇരിക്കുന്നത്, RX 100. അത് 1.30 ചോദിക്കണം. ഇട്ടുതരാം. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. ഞാൻ എന്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ. ഇട്ടിട്ടുണ്ട്. ശരി, ഓക്കെ. ഹലോ പറഞ്ഞേട്ടാ. സെക്കൻഡ് ഒക്കെ എടുക്കുന്ന ഷോപ്പിൽ? അതെ. എന്റെ ഒരു വണ്ടി ഉണ്ട്, അത് കൊടുക്കാനായിട്ടായിരുന്നു. പക്ഷെ അത് ഫിനാൻസ് എടുത്തേക്കും. ഏത് വണ്ടിയായിരുന്നു? അത് കുഴപ്പമില്ല ചേട്ടൻ. എനിക്ക് ഈ വണ്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും പിന്നെ ഫിനാൻസ് എത്രയുണ്ട് ക്ലോസ് ചെയ്യാനുള്ളതെന്നൊക്കെ പറഞ്ഞ് ഒരു ഡീറ്റെയിൽ വാട്സപ്പ് ചെയ്യോ? KTM ഡ്യൂക്ക് 200. ഓക്കെ. മോഡലൊക്കെ ഏതായിരുന്നു? അത് BS6 ഒരു 2024. പുതിയ മോഡലാണല്ലേ ഡ്യൂക്ക് 200. ഞാനൊരു 70 രൂപ അടച്ച ഡൗൺ പേയ്മെന്റ് എടുത്ത് 6 മാസമായി വേണ്ടി. 6 മാസമായി. ഇപ്പൊ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് ചേട്ടന് എമൗണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞാല് കയ്യിലേക്കൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നണല്ലോ. പുതിയ വണ്ടിയല്ലേ. വണ്ടി ഇങ്ങോട്ടൊന്നും കിട്ടത്തില്ല. ക്ലോസ് ചെയ്യാനായിട്ട് എത്ര ഉണ്ട് ഇനി? ക്ലോസ് ചെയ്യാൻ 1.25 ആണ്. നോക്കട്ടെ. എന്തായാലും ചേട്ടൻ എനിക്ക് വണ്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വാട്സപ്പ് ചെയ്യോ? ഹലോ, ഒന്ന് അയച്ചേക്ക്. പിന്നെ അതുപോലെ തന്നെ എത്രയുണ്ട് ക്ലോസ് ചെയ്യാനുള്ളതെന്നും കൂടെ പറഞ്ഞോ. ഇതെവിടെ, സ്ഥലം എവിടെയാണ്? കോട്ടയത്താണല്ലേ. ഓക്കെ. അപ്പൊ ഒന്ന് അയക്കട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാം. ശരി, ഓക്കെ. യൂട്യൂബിലെ ഒരു വീഡിയോ നല്ലോണം കിടന്നിട്ട് കറങ്ങുന്നുണ്ട്. അതാണ്. അയ്യോ ഇല്ല ഓൾറെഡി. അതെ തന്നെ. എന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണോട്ടാ. ഹലോ പറഞ്ഞോട്ടാ. അതെ. ഒരു വീഡിയോ കണ്ടു വിളിക്കണേ. ഏത് വണ്ടിയായിരുന്നു? അല്ല, ഈ ഡോം എന്തെങ്കിലും നിങ്ങളെ കയ്യിലിരിപ്പുണ്ടോ? ഏതാണ്? ഡോമിനാറാണോ ചോദിക്കുന്നേ? ഹലോ. അതെ. ഉണ്ട്. ഡ്യൂക്ക് ഉണ്ട്. ഡോമിനാർ 250 ഉണ്ടോ? ഡോമിനാർ 250 ഒരെണ്ണം ഇരിപ്പുണ്ട്, ഒരു റെഡ് ഇരിപ്പുണ്ട്. ഏത് മോഡൽ ഏതാണ്? 2018 മോഡല്. 2018. എത്ര രൂപയാണ് നോക്കുന്ന വണ്ടിക്ക്? 1.25 തോന്നുന്നു. എത്ര രൂപ ഫിനാൻസ് ഇടും? അത് നമുക്കൊരു 30 രൂപ ഒക്കെ അടച്ചെടുക്കാം. ചേട്ടനൊന്ന് വാട്സപ്പ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ. വണ്ടി ഫസ്റ്റ് ഓണറോ സെക്കൻഡ് ഓണറോ? ഫസ്റ്റ് ഓണർ. ഓക്കെ. 400 ഏതെങ്കിലും ഇരിപ്പുണ്ടോ? 400 ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, വാട്സപ്പ് ചെയ്യൂ. വണ്ടികൾ കുറച്ചിരിക്കുന്നുണ്ട്. എനിക്കിതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ആവും. അതാണ് ഞാൻ ലിങ്ക് അയച്ചുതരാം. ഇതിലേക്ക് അയച്ചാ മതി. ഓക്കെ. മതി. ഹായ് ഡോമിനാർ നീടുന്ന അങ്ങനെ ഡോമിനാർ എൻക്വയറി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാ മതി. അപ്പൊ ഞാൻ നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാം. ഹലോ. എന്റെ അമ്മേ.
നമുക്ക് ഈ കുറെ വണ്ടികൾ ഉള്ളതുകൊണ്ടിട്ട് ചിലപ്പോൾ ഒറ്റയടിക്ക് നമ്മളുടെ അടുത്ത് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, ക്ലിയർ ആവില്ല. എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല, മനുഷ്യരല്ലേ. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇവിടെ കുറച്ച് വണ്ടികൾ ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ പ്ലാറ്റിന, പിന്നെ അതുപോലെ തന്നെ എൻഡോർക്ക്, ഗ്രാസിയ, അങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇപ്പുറത്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പുറത്ത് കംപ്ലീറ്റ് സ്കൂട്ടേഴ്സ് ആണ് കേട്ടോ. സ്കൂട്ടേഴ്സ് ആണ് ഇപ്പുറത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അപ്രില ഉണ്ട്, ഫസീനോ ഉണ്ട്, ഡിയോ ഉണ്ട്, അതുപോലെ തന്നെ ഏവിയേറ്റർ ഉണ്ട്, ആക്റ്റീവ ഉണ്ട്, ജുപ്പിറ്റർ ഉണ്ട്, മാസ്ട്രോ ഉണ്ട്, ഗ്രാസിയ ഉണ്ട്, ആക്സസ്, ജുപ്പിറ്റർ അല്ല അത് വെസ്പ ഉണ്ട്. ദെൻ ഇത്രയും വണ്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നിസ്സാരം ഒരു 14,000 വേണ്ട, ഒരു 15,000 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ അടക്കാണെന്നുണ്ടെങ്കിൽ എടുക്കാട്ടാ. ചിലത് നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റൂട്ടാ. ഓക്കെ, ഇതൊക്കെ പുതിയ നമുക്ക് വന്ന വണ്ടികളാണിത്. ഇനി കുറച്ച് വണ്ടികൾ മുകളിൽ ഇരിപ്പുണ്ടാ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഒരു അലൈൻമെന്റ് നടത്തുന്ന ഒരു ചേട്ടനുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ അലൈൻമെന്റ് ഒക്കെ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഷോപ്പിന്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് നമുക്ക് അലൈൻമെന്റ് റെഡി ആക്കാനുള്ള ഒരു സ്പോട്ടും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. അത് മറ്റേ ആൾക്കാരാണ്, അവരെങ്കിലും ഇടക്ക് വിളിക്കണ്ടല്ലോ. ഓക്കെ, ഇവിടെ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ അറ്റത്തുനിന്ന് പരിചയപ്പെടുത്താട്ടോ, അവിടെ നിന്ന് പരിചയപ്പെടുത്താവേ. നിങ്ങക്ക് ഞാൻ ഒരു അടിപൊളി വണ്ടി ഞാൻ കാണിച്ചു തരാട്ടാ. ഈ വണ്ടി എന്റെ പൊന്നുക, സത്യം പറയാലോ, ഇത് 2021 മോഡലാ, 21 മോഡൽ വണ്ടിയാണേ. ഇതുമാതിരി ഒരു വണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ ഓടിച്ചിട്ടില്ല. കാരണം വേറൊന്നുമില്ല, ഇപ്പോഴും എന്ത് സുഖമെന്നറിയോ ഇത് ഓടിക്കാനായിട്ട്. അത്രയും ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ്. അത് മാത്രല്ല വണ്ടിയുടെ കണ്ടീഷൻ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ആക്സിലേറ്റർ ഇങ്ങനെ പഴം പോലെയാണ് ഇരിക്കുന്നത് കൊടുക്കുമ്പോൾ. അതുകൊണ്ട് എനിക്ക് മിനിഞ്ഞാന്ന് വന്ന വണ്ടിയാണേ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ്. പക്ഷെ കൊണ്ടുവന്നത് നല്ല കിടുക്കാച്ച വണ്ടിയാണ്. നല്ല പയ്യനുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടാണ് ഈ വണ്ടി നോക്കിയേക്കണേ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ നമുക്കിവിടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ട്, ഓല ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ റേസ് എഡാർ ഉണ്ട്. MT നമുക്ക് 2021 അതുപോലെ തന്നെ 22 മോഡലുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിമാലയൻ അതുപോലെ തന്നെ ജാവ, അങ്ങനത്തെ കുറച്ച് ബൈക്കുകളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡ്യൂക്ക്, പിന്നെ കുറച്ച് സ്കൂട്ടേഴ്സ് ഇരിക്കുന്നുണ്ട്, പിന്നെ RC V3, അങ്ങനെ കുറച്ച് വണ്ടികളാണ് ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ താഴത്തേക്കാളും കുറച്ചും കൂടെ വണ്ടികൾ ഇവിടെ കൂടുതലാണ് കേട്ടോ. അത് താഴത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഒരു സൈഡ് മൊത്തം പ്രീമിയം ബൈക്സ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു നെഗ്ഡും അതുപോലെ തന്നെ കിറ്റൊക്കെ വരുന്ന വണ്ടികൾ ഇവിടെയാണ് കൂടുതൽ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് പുതിയൊരു ഡ്യൂക്ക് 390 നമുക്ക് ഉണ്ട് കേട്ടോ. അതെ, ഇത് 2023 മോഡല് വണ്ടിയാണ്. ഇത് നമുക്ക് ആകെ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ, 390. 200 2024 മോഡലാണ് ഇരിക്കുന്നത്. വേറെ 200 ഒന്നും ഇല്ല. 250 ഒക്കെ ഉണ്ടായതൊക്കെ സോൾഡ് ഔട്ട് ആയി. ഇപ്പൊ ഇരിക്കുന്നത് 390 അതുപോലെ തന്നെ ഒരു 200 ആണ് കേട്ടോ. പിന്നെ ഇതേ ഡോമിനാർ ഉണ്ട്, നമുക്ക് ഇവിടെ ഡോമിനാർ ഉണ്ട്. ഡോമിനാർ ഒരു 4 വണ്ടികൾ നമുക്ക് ഇപ്പൊ കറന്റ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ എക്സ്പൾസ് ഇരിക്കുന്നുണ്ട്. പിന്നെ ST അഡ്വഞ്ചർ നമുക്ക് ഒരെണ്ണം വരാനായിട്ടുണ്ട് കേട്ടോ, അത് വന്നിട്ടില്ല, ഒരെണ്ണം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ST സ്ക്രാംബ്ലർ ഇരിക്കുന്നുണ്ട്. ഹിമാലയനുണ്ട്. പുതിയ ഹിമാലയൻ ഇറങ്ങിയത് കൊണ്ടിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളത് ഈ പഴയ മോഡല് ഹിമാലയനാണ്. അതുകൊണ്ടിട്ട് നമ്മൾ വണ്ടികൾ എടുത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ V4 ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ RR 310 ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇടയ്ക്ക് എൻക്വയറി വരുന്ന വണ്ടികളാണ് ഈ വണ്ടികളൊക്കെ. അപ്പൊ നമുക്കിത് സ്റ്റോക്ക് നമുക്ക് ഒരെണ്ണം താഴെ ഇരിക്കുന്നുണ്ട്, ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മൈലേജ് ബൈക്സ് ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ എനിക്ക് എൻക്വയറി വന്നതാണ് സ്പ്ലെൻഡർ. ഇപ്പൊ നമുക്ക് ആ ഒരു മോഡൽ മാത്രമേ ഇപ്പൊ കറന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ പ്ലാറ്റിന ഉണ്ട്, CT 110 ഉണ്ട്. പിന്നെ ഒരു RC 200 നമുക്ക് പുതിയ
ഷേപ്പില്ലേ അത് ഒരെണ്ണം ഉണ്ട് നമുക്ക്. പക്ഷെ അത് അത്ര മൂവിങ് എന്ന് പറയാനായിട്ടില്ല, കാരണം പഴയ ഷേപ്പിനാണ് കൂടുതലും ഡിമാൻഡ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്, തീർന്നിട്ടില്ല, ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ബിക്കോസ് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ നിങ്ങൾക്ക് ഞാൻ തരാം, ഡെയിലി ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ 11:27 എത്ര മിനിറ്റോളം ഈ വീഡിയോ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, ദെൻ അപ്പൊ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. വണ്ടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വണ്ടി എടുക്കാനും വിൽക്കാനും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടികൾ കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് വരെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് വന്നാൽ മതി. ഇവിടെ കലൂര് 568 പില്ലറിന്റെ ഓപ്പോസിറ്റ് ബാങ്ക് റോഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പൊ എന്തായാലും നമ്മളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇനി നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടാവട്ടെ. നമ്മൾ ഡെയിലി ഇവിടെ നേരിടുന്ന കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം നിനക്ക്, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ഗൈസ്.